നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൻ്റെ ആവേശം പരകോടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ടീമുകളൊക്കെ 7 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പകുതി മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഓരോ റൗണ്ട് പൂർത്തിയാക്കുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് പുതുക്കി അവതരിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പോൾ 2 ടീമുകൾ ഒഴികെ ബാക്കി എല്ലാ ടീമുകളും 7 കളികളിലാണ് നിൽക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങും ഈ പവർ റാങ്കിങ്ങുമായിട്ട് വലിയ സാമ്യതകളുണ്ടാവും. കാരണം ഓൾറെഡി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൻ്റെ സമയത്ത് തന്നെ മിക്ക ടീമുകളും 7 കളികൾ കളിച്ചിരുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കളികൾ കൂടുതൽ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വളരെ ചെറിയ ചില മാറ്റങ്ങളാണ് ഈ പവർ റാങ്കിങ്ങിലുള്ളത്. നമ്മുടെ 8ാമത്തെ എപ്പിസോഡാണ് പവർ റാങ്കിങ്ങിൻ്റെ. പിന്നെ പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോലെ ഇത് പോയിൻ്റ് പട്ടികയല്ല. അതുകൊണ്ട് തന്നെ ഒരു ടീം അവർ വിജയിച്ചല്ലോ, അപ്പോൾ അവരല്ലേ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓരോ ടീമിൻ്റെയും സാധ്യതകളും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളും താരങ്ങളുടെ ഫോമും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ഏറ്റവും താഴെയുള്ള ടീമിനാണ് കുറഞ്ഞ കിരീട സാധ്യത നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കും മുമ്പ് പതിവ് പോലെ ആദ്യം നമ്മൾ പോയിൻ്റ് പട്ടിക നോക്കുകയാണ്. പോയിൻ്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് GT ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 4 ടീമുകൾക്ക് 10 പോയിൻ്റാണ്. കട്ട പോരാട്ടമാണ് പ്ലേ ഓഫിന് വേണ്ടി നടക്കുന്നത്. GT 7 കളികൾ 10 പോയിൻറ്റ്, DC 7 കളികൾ 10 പോയിൻറ്റ്, PBKS 7 കളി 10 പോയിൻറ്റ്, LSG 8 കളി കളിച്ചിട്ടാണ് 10 പോയിൻറ്റ്. ഇവരാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ നെറ്റ് റണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ യഥാക്രമം വരുന്നത്. 8 പോയിൻ്റുള്ളൊരു ടീമേ ഉള്ളൂ, അത് RCB ആണ്. 7 കളികൾ അവർക്ക് 8 പോയിൻറ്റ്, അവരാണ് 5ാം സ്ഥാനത്ത്. KKRനും MIക്കും 6 വീതം പോയിൻറ്റുകളാണ്. 2 ടീമുകളും 7 കളികളാണ് കളിച്ചത്. KKR 6ാം സ്ഥാനത്തും MI 7ാം സ്ഥാനത്തും. RRനും SRHനും CSKക്കും 4 വീതം പോയിൻറ്റുകളാണ്. ഈ ടീമുകളിൽ RR 8 കളികൾ കളിച്ചിട്ടുണ്ട്. SRHും CSKയും 7 കളികളെ കളിച്ചിട്ടുള്ളൂ. നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ RR 8ാമതും SRH 9ാമതും CSK 10ാമതും നിൽക്കുകയാണ്. ഏതായാലും ഇനി പവർ റാങ്കിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് RR ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ CSK ആയിരുന്നു 10ാം സ്ഥാനത്ത്. ഇപ്പോൾ RR 10ാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു, CSK കയറുന്നു. അത് CSK കൂടുതൽ കളികൾ കളിച്ചുകൊണ്ടല്ല. RR ഈ സമീപകാലത്ത് കളിക്കുന്ന കളികൾ നോക്കുക. വിജയത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിക്കുന്ന കളികൾ പോലും അവർ പരാജയപ്പെടുകയാണ്. തുടരെ 4 പരാജയങ്ങളായി കഴിഞ്ഞു. ഇന്നലേക്ക് തോറ്റ രീതി 2 റൺസിനാണ് തോൽക്കുന്നത്. 3 ഓവറിൽ 25 റൺസാണ് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. 8 വിക്കറ്റ് കയ്യിലുണ്ട്. എന്നിട്ട് 2 റൺസിന് തോറ്റെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? അതിന് മുമ്പത്തെ കളിയിൽ ജയിക്കേണ്ട കളി സമനിലയാക്കി. പിന്നെ സൂപ്പർ ഓവർ നടന്നു, അതിൽ തോറ്റു. സഞ്ജു സാംസണിൻ്റെ പരിക്ക് അവരെ അലട്ടുന്നു. ടീമിന് ഇപ്പോഴും ആ ഒരു വിജയിക്കാനുള്ള ഹങ്കറില്ലേ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുമായിട്ട് 10ാം സ്ഥാനത്താണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 9ാം സ്ഥാനത്താണ് CSK. കഴിഞ്ഞ പവർ റാങ്കിൽ 10 ഉണ്ടായിരുന്ന CSK 9ാം സ്ഥാനത്ത്. CSKയെ സംബന്ധിച്ചിടത്തോളം പോയിൻ്റ് പട്ടികയിൽ അവർ 10ാമതാണ്. പക്ഷേ ഇന്ന് MIക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് കയറാനും പറ്റും. ക്യാപ്റ്റനെ മാറ്റി, ക്യാപ്റ്റനെ പരിക്കേറ്റ് പുറത്തായതാണ്. MSD ആണ് ടീമിനെ നയിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ MSD മികച്ച പ്രകടനം നടത്തി. അവർക്ക് 5 വിക്കറ്റിൻ്റെ വിജയം സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇനി ഡേവിഡ് ബ്രേവിസിൻ്റെ വരവ് ടീമിൻ്റെ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന് തന്നെ കരുതാവുന്നതാണ്. അപ്പോൾ CSKക്ക് പ്രതീക്ഷകളുണ്ട്, പക്ഷേ കളിക്കളത്തിൽ അത് പ്രൂവ് ചെയ്ത് ഇനിയും കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 9ാം സ്ഥാനത്താണ്. പവർ റാങ്കിങ്ങിൽ ഈ 8ാം സ്ഥാനത്ത്, കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്തുണ്ടായിരുന്ന അതേ ടീം തന്നെയാണ് SRH. SRHൻ്റെ അവസ്ഥയും പരിതാപകരമാണ്. അതിനിടയ്ക്ക് ഒരു കളി അവർ വിജയിച്ചു. PBKSനെതിരെ കിടിലൻ ചേസിങ് നടത്തി വിജയിച്ചു. പക്ഷേ കഴിഞ്ഞ കളി MIയോട് വീണ്ടും പഴയപടിയായി. 4 വിക്കറ്റിന് അവർ പരാജയപ്പെട്ടു. ഇപ്പോഴും അവർക്ക് ബാറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തോന്നലാണ്. അഭിഷേകും ട്രാവിസ് ഹെഡും കഴിഞ്ഞ കളിയിൽ സ്കോർ ചെയ്തു, ശരിയാണ്. പക്ഷേ അതിന് എത്ര പന്തുകളാണ് എടുത്തത്? കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് MI അവരെ പൂട്ടുകയായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അന്നത്തെ കോംപ്രഹെൻസീവ് റിവ്യൂവിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും SRH ആണ് ഇവിടെ 8ാം സ്ഥാനത്ത്. KKR 7ാം സ്ഥാനത്ത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 7ാം സ്ഥാനത്ത് KKR ആണ്. സാമ്യതകൾ ഉണ്ടാവും, അതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. KKRനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ചാമ്പ്യന്മാർക്കൊത്തൊരു പ്രകടനം ഇപ്പോൾ നടത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കളി അവർ തോൽക്കുകയാണ് ചെയ്തത്. അതും 95 റൺസിന് അവർ ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിവിശേഷം. 112 റൺസാണ് വിജയലക്ഷ്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് 95 ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. സോ KKR ഈസ് അറ്റ് നമ്പർ 7. ദെൻ നമ്പർ 6 LSG. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 6ാമതാണ് LSG ഉണ്ടായിരുന്നത്. LSG ഒരു കളി അധികം കളിച്ച ടീമാണ്, 8 കളി കളിച്ച ടീമാണ്.
അവരിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കളിയിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 റൺസിൻ്റെ വിജയം. അത് ആറിൻ്റെ സ്വയം കുഴിച്ച കുഴിയിൽ വീഴലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അവർക്കൊരു ആശങ്ക എന്ന് ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ അത് നിക്കോളാസ് പൂറൻ്റെയും മിച്ചൽ മാർഷിൻ്റെയും കഴിഞ്ഞ 2 കളികളിലെ ഫോമാണ്. അതവർ മോശം ഫോമിലേക്ക് പോയിട്ടുണ്ട്, തിരികെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പന്ത് ഒരു കളി മാത്രമാണ് നന്നായി കളിച്ചത്, ബാക്കി കളികളിലൊക്കെ മോശം പ്രകടനമാണ്. സോ അവിടെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ടീമിന് ഇനിയും ആവശ്യമാണ്. നമ്പർ 6 പവർ റാങ്കിങ്ങിൽ LSG ഉള്ളത്. നമ്പർ 5 കഴിഞ്ഞ പവർ റാങ്കിങ്ങിലെ പോലെ തന്നെ ഈ പവർ റാങ്കിങ്ങിലും നമ്പർ 5 മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ടീം പൂർണ്ണമായും ക്ലിക്കായി എന്നൊരു തോന്നലാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ലഭിച്ചത്. അവരിനി അത് തുടരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇന്ന് CSKക്കെതിരെ എന്തായാലും അവർക്ക് നല്ലൊരു ടെസ്റ്റാണ്. കഴിഞ്ഞ കളിയിൽ അവർ 4 വിക്കറ്റിന് SRHനെ പരാജയപ്പെടുത്തിയിരുന്നു. അതിന് മുമ്പത്തെ കളിയിൽ DCയെ 12 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. സോ മുംബൈ തോറ്റ കളികളും നാരോ മാർജിനിലായിരുന്നു. ടീം ക്ലിക്കാവുന്നു എന്നൊരു പ്രതീതിയാണ്. 5ാം സ്ഥാനത്ത് അവർ വരുന്നു. പവർ റാങ്കിൽ 4ാം സ്ഥാനത്താണ് PBKS. കഴിഞ്ഞ പവർ റാങ്കിൽ 3ാമതുണ്ടായിരുന്ന PBKS 1 സ്ഥാനം താഴേക്ക് ഇറങ്ങി എന്നർത്ഥം. ഇപ്പോൾ അവസാനത്തെ മത്സരം അവർ RCBക്കെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അത് 95 റൺസിന് RCB വീഴ്ത്താനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. PBKS ഇങ്ങനെ താഴേക്ക് വരാനുള്ളൊരു കാരണം GTയുടെ മുന്നോട്ടുള്ള പോക്കാണ്. അല്ലാതെ PBKസിൻ്റെ പെർഫോമൻസ് മോശമായി എന്നുള്ളത് കൊണ്ടല്ല. ഒരു ടീം മുന്നോട്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു താഴേക്ക് ഇറങ്ങലാണ്. ഇന്നത്തെ കളിയിലോടുകൂടി PBKസിന് മുന്നോട്ട് പോകാവുന്നതുമാണ്. എന്തായാലും 4ാം സ്ഥാനത്ത് PBKS വരുമ്പോൾ 3ാം സ്ഥാനത്ത് RCB. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 2ാമതായിരുന്നു RCB, ഇപ്പോൾ അത് 3ാമതായിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഹോം ഗ്രൗണ്ടിൽ അവർക്ക് അത്ര തിളങ്ങാൻ പറ്റുന്നില്ല. ഹോം ഗ്രൗണ്ടിൽ തുടരൻ പരാജയങ്ങളാണ്. ഹോം ഗ്രൗണ്ടിൽ വിജയിക്കാത്തൊരു ടീമിന് IPL കിരീടം ചൂടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ മാറി മറിയുമെന്ന് കരുതാം. ഇപ്പോൾ PBKS കൊടുത്ത പണി തിരികെ കൊടുക്കാൻ ഇന്ന് അവർ മുല്ലാൻപൂരിൽ ഇറങ്ങുകയാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 3ാമത് RCB, 2ാമതാണ് GT. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 4ാമതുണ്ടായിരുന്ന GT ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. GT ഇന്നലെ ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന് കൈയടിക്കേണ്ടത് സംശയമില്ല ജോസ് ബട്ട്ലർക്കാണ്. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന അതേ സംഗതികൾ വീണ്ടും തുടരുകയാണ്. ഇപ്പം ജോസ് ബട്ട്ലറും സായ് സുദർശനും ഗില്ലുമാണ് അവരുടെ പ്രധാന ബാറ്റിംഗ് കോൺട്രിബ്യൂട്ടർമാർ. ഇവർ പരാജയപ്പെട്ടാൽ ടീമിന് ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗിൽ ഇന്നലെ മോശമായി, എന്നാൽ പോലും ബട്ട്ലറിൻ്റെ കിടിലൻ പ്രകടനമാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഷർഫിൻ റുദർഫോർഡ് ഇന്നലെ മോശമല്ലാതെ കളിച്ചിട്ടുണ്ട്. എന്തായാലും GT മുന്നോട്ട് കയറുന്നു. GT ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ് 2ാമതാണ്. 1ാം സ്ഥാനത്ത് DC തന്നെയാണ്. ഇന്നലെ DCയെ തോൽപ്പിച്ചു GT എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. അത് ജോസ് ബട്ട്ലറുടെ കിടിലൻ പ്രകടനത്തിൻ്റെ ഫലമാണ്. എന്നാൽ പോലും DC ഇതുവരെ ഈ സീസണിൽ നടത്തിയിട്ടുള്ള മുന്നോട്ട് പോക്കുകൾ അത് മറക്കാതിരിക്കണം. അവർക്ക് മികച്ച ടീമുണ്ട്, അതവർക്ക് തുടരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്ലൂക്കായിട്ട് ലഭിച്ചതല്ല അവരുടെ ഈ സ്ഥാനം എന്നർത്ഥം. എന്തായാലും കരുൺ നായരും അതുപോലെ തന്നെ KL രാഹുലും ഒക്കെ അടങ്ങുന്ന ഇന്ത്യൻ ബാറ്റർമാരും സ്റ്റെപ്സിനെ പോലെയുള്ള കിടിലൻ വിദേശ താരവും ഒക്കെ ചേരുമ്പോൾ മികവുണ്ടവർക്ക്. ഫാഫ് ഡു പ്ലസിയുടെ പരിക്ക് ഭേദമാവുകയാണെങ്കിൽ ടീം കൂടുതൽ കരുത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് DC തുടരുന്നു. കഴിഞ്ഞ 2-3 പവർ റാങ്കിങ്ങിലും അവർ തന്നെയാണ് 1ാമതുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. 1 DC, 2 GT, 3 RCB, 4 PBKS, 5 MI, 6 LSG, 7 KKR, 8 SRH, 9 CSK, 10 രാജസ്ഥാൻ റോയൽസ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.